ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാണ്. കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇന്റഗ്രൽ മൈനസ് എ ടു എ 2x ഇൻറ്റു വൈക്ക് എന്ത് എഴുതി റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓക്കെ പ്ലസ് വൈക്ക് കൊടുക്കാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഓക്കെ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് ഇതിവിടെ 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് അടുത്തത് 0 കേട്ടോ ഡി എക്സ്. അപ്പം നമുക്ക് എഴുതാണ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് എ ടു എ 2x ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ റൂട്ട് പോവും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതുവരെ എഴുതിയോ? ഓക്കെ, ഇത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈക്വൽ ടു ഇന്റഗ്രൽ ഇതിന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ മൈനസ് എ ടു എ 2x ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇന്റഗ്രൽ ഇത് ഡി എക്സ് കേട്ടോ, അത് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ മൈനസ് എ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി ഞാൻ ജസ്റ്റ് ഇതിലിപ്പോൾ എത്ര ആൾക്കാരെ S3 ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇന്റഗ്രേഷന്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് അത് പ്രോബ്ലം ചെയ്യുന്നത്. ഇന്റഗ്രേഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ എഴുതാം. അതായത് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ 0 ആകും ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായി മാറും? 0 ആയി മാറും എന്നൊരു റിസൾട്ട് ഉണ്ട്. അത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാക്കാം. ഈവൻ വരുമ്പോൾ S2കാർക്ക് നമുക്ക് ഇനി പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഫൊറിയർ സീരീസ് എന്ന ടോപ്പിക്ക് ഞാനിത് പഠിപ്പിക്കും. അവർക്ക് അത്യാവശ്യമാണ്. S2 ഉള്ളവർക്ക് ഫൊറിയർ സീരീസിൽ ഇന്ന് രാത്രി വെച്ചിട്ടുണ്ട് ക്ലാസ് 8 മണിക്ക്. ഫൊറിയർ സീരീസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിന് ആണോ പോയോ? ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്തിട്ട് വരാം. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ, അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോൾ? എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, എന്താണ് ഓഡ് എന്ന് പറഞ്ഞുതരാം. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ അതിന്റെ വാല്യൂ 2 ഇൻറ്റു 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയും. ഓക്കെ, തൽക്കാലം ഓഡ് ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയുന്നേക്കാൾ നല്ലത് ഏതാണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുകയായിരിക്കും നല്ലത്. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ 3 ഓഡ് ഫംഗ്ഷൻ നമുക്ക് നിലവിൽ വരുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് എക്സ് വരുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. എക്സ് ക്യൂബ് വരുന്നതും ഓഡാണ്. അങ്ങനെ പവർ ഓഡ് വരുന്നതൊക്കെ ഓഡ് ഫംഗ്ഷനാണ്. അതുപോലെ സൈൻ എക്സും എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഈ 3 ഫംഗ്ഷനാണ് ഇന്റഗ്രലിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ വരികയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രലിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഒരു ഷോർട്ട് കട്ട് ആണ്. ഇന്റഗ്രലിന്റെ ഉള്ളില് ഈ 3 ഫംഗ്ഷനിൽ ആരെങ്കിലും ഒരാളാണ് വരുന്നതെങ്കിൽ ഇന്റഗ്രൽ ഇങ്ങനെ തന്നെ വരണം, മൈനസ് എ ടു എ തന്നെ വരണം. അങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എന്താണ്? 0 ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ വരുന്ന ആൾക്കാരാണ് എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു 4, മോഡ് എക്സ്, കോസ് എക്സ്, 1 മൈനസ് എക്സ് സ്ക്വയർ, 1 മൈനസ് മോഡ് എക്സ്. ഇതെല്ലാം ഈവൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അവർ വരികയാണെങ്കിൽ അത് 0 ആകില്ല, 2 ഇൻറ്റു 0 ടു എ എന്നാക്കി മാറ്റാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഓഡ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ആ ഇന്റഗ്രലിന്റെ ആൻസർ മൊത്തം 0 ആക്കി കളയാം. ഈവൻ ആണെങ്കിൽ ലിമിറ്റ് മാറ്റിയിട്ട് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എന്നാക്കി മാറ്റാം. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. വേറൊരു റിസൾട്ട് ഉള്ളത് ഒരു ഓഡ് ഫംഗ്ഷനും
വേറൊരു ഓഡ് ഫംഗ്ഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഈവൻ ഫംഗ്ഷൻ ആയി മാറും. ഫംഗ്ഷൻ ആണ്, നമ്പർ അല്ല. ഒരു ഓഡ് ഫംഗ്ഷനും വേറൊരു ഓഡ് ഫംഗ്ഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഈവൻ ആയി മാറും. അതുപോലെ ഒരു ഈവൻ ഫംഗ്ഷനും വേറൊരു ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താലും അതെന്തായിരിക്കും? അത് ഈവൻ ആയിരിക്കും. പക്ഷേ ഒരു ഓഡ് ഫംഗ്ഷൻ ഒരു ഈവൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായി മാറും? ഓഡായി മാറും. ശ്രദ്ധിക്കുക, വേറെ റിസൾട്ട് ആണ്. രണ്ട് ഓഡ് ഫംഗ്ഷൻ വന്നാൽ ഈവൻ ആകും, രണ്ട് ഈവൻ ഫംഗ്ഷൻ വന്നാലും ഈവൻ ആകും. പക്ഷേ ഒരു ഓഡും ഒരു ഈവനും കൂടി ഒരുമിച്ച് വന്നാൽ ആ ഫംഗ്ഷൻ എന്താണ്? അത് ഓഡ് ഫംഗ്ഷൻ ആയി മാറും. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? മനസ്സിലായോ? രണ്ട് ഓഡ് ഫംഗ്ഷൻ വന്നാൽ ഈവൻ, രണ്ട് ഈവൻ ഫംഗ്ഷൻ വന്നാലും ഈവൻ. ഒരെണ്ണം ഓഡും ഒരെണ്ണം ഈവനും വരികയാണെങ്കിൽ അത് ഓഡായി മാറും. ഇനി നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാം. നമ്മുടെ ഇന്റഗ്രലിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് പ്രകാരം എക്സ് എന്നുള്ളത് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. എക്സ് വരുന്നത് എന്താണ്? ഓഡ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വിളിക്കുന്നത് ഈവൻ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? എക്സ് വരുന്നത് ഓഡ് ഫംഗ്ഷൻ 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരുന്നത് ഒരു ഈവനിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു ഓഡും ഒരു ഈവനും കൂടി വന്നു, അപ്പൊ അതെന്തായി മാറി? അത് ഓഡായി മാറി. മനസ്സിലായോ? എക്സ് എന്ന് വിളിക്കുന്നത് ഓഡിന്റെ എക്സാമ്പിൾ ആണ്. ഓഡിന് 3 എക്സാമ്പിൾ ഉള്ളൂ, എക്സും എക്സ് ക്യൂബും സൈൻ എക്സും, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ എക്സ് ഓഡിന്റെ എക്സാമ്പിൾ ആണ്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറോ ഈവന്റെ എക്സാമ്പിൾ ആണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴോ? അത് രണ്ടും കൂടി ചേരുമ്പോൾ അത് ഓഡായി മാറി. അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ ആൻസർ എന്തായി? 0 ആയി. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അതിന്റെ ആൻസർ എത്രയായി? 0 ആയി. ഓക്കെ ആണോ? ഓക്കെ ആണോ? എക്സ് ഓഡ്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈവൻ, രണ്ടും കൂടി ചേരുമ്പോൾ ഓഡ്. അപ്പോൾ അതിന്റെ ഇന്റഗ്രൽ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു സ്റ്റെപ്പിന് പകരം 0 പ്ലസ് എന്ന് എഴുതാം. ഈ ഇന്റഗ്രൽ നോക്ക്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താണ്? ഈവൻ ആണ്. ഇതിനിപ്പോ ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ ആൻസർ ചെയ്യാം. ഇതിന് സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഈ തിയറി പ്രകാരം വേണമെങ്കിൽ ഒന്ന് മാറ്റാം. എന്ത് മാറ്റാം? ഇതൊരു ഈവൻ അല്ലേ? ഈവൻ ആയതുകൊണ്ട് മൈനസ് എ ടു എനെ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എന്ന് എഴുതാം. ഇതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഓഡിലും ഈവനും യൂസ് ചെയ്തുകൊണ്ടുള്ള തിയറി. മനസ്സിലായോ? ഓഡ് വരികയാണെങ്കിൽ 0, ഈവൻ വരികയാണെങ്കിലോ മൈനസ് എ ടു എനെ മാറ്റിയിട്ട് 2 ഇൻറ്റു 0 ടു എ. ഇതിപ്പോ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. പക്ഷെ ഇതിനെ മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലെങ്കിൽ ട്രിഗണോമെട്രി സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയറിന്റെ ഇന്റഗ്രല് എ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രല് എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 ടു എ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. 2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് എ ക്യൂബ് ബൈ 3 മൈനസ് ലോവർ ലിമിറ്റ് 0 ഈക്വൽ ടു 2 ഇൻറ്റു എ ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ 3. എൽസി എടുക്കുകയാണ്. 2 ഇൻറ്റു 3 എ ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ 3 എൽസി എടുത്തുകൊണ്ട് അപ്പോൾ ഈക്വൽ ടു 2 ഇൻറ്റു 2 എ ക്യൂബ് ബൈ 3 ഈക്വൽ ടു 4 എ ക്യൂബ് ബൈ 3 കേട്ടോ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്, എഴുതിക്കോളൂ. ഓക്കെ ഓക്കെ സോ ഗ്രീൻസ് തിയറത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച, ശ്രദ്ധിക്കണേ, ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സുഖമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതായത് അതിൽ ചോദിച്ചേക്കണത് ഡൈവേർജൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ, പിന്നെ വെരിഫൈ ഡൈവേർജൻസ് തിയറം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ.
ഇനി അപ്ലൈ സ്റ്റോക്സ് തിയറം ഒരു ക്വസ്റ്റ്യൻ, ദെൻ ഗ്രീൻസ് തിയറത്തിന്റെ 2 ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഡൈവേർജൻസ് തിയറം, 2 ക്വസ്റ്റ്യൻ ഗ്രീൻസ് തിയറം ആണ്. അപ്പോൾ തന്നെ 4 ക്വസ്റ്റ്യൻ ആയി. ഒരു ക്വസ്റ്റ്യൻ സ്റ്റോക്കുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 പഠിക്കേണ്ട ആവശ്യമില്ല, 2 പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് 3 സെലക്ട് ചെയ്യാം. പക്ഷെ ഞാൻ സ്റ്റോക്ക് കൂടി പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കാത്ത ടൈപ്പോ അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലോ ആ സമയത്ത് സ്റ്റോക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ question. Verify Green's theorem for integral over c x y plus y square into dx plus x square dy. Verify Green's theorem for x y plus y square dx plus x square dy where c is bounded by y equal to x and y equal to x square. ഇങ്ങനെ 2 കർവ് ആണ് തന്നേക്കണേ. y equal to x and y equal to x square എന്ന് പറയുന്ന 2 കർവ്സ് തന്നേക്കാണ്. നേരത്തെ സർക്കിൾ തന്നതിന് പകരം ഇവിടെ 2 കർവാണ്. ആ 2 കർവിന്റെയും ഇടയിലുള്ള റീജിയൻ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം, സ്റ്റെപ്പ് ഒക്കെ എഴുതാം. യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ആണ് അല്ലെ. യു എടുത്ത് എഴുതുന്നു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ, വി എടുത്ത് എഴുതുന്നു എക്സ് സ്ക്വയർ. ഡോ യു ബൈ ഡോ വൈ ചെയ്തു, എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. ഡോ വി ബൈ ഡോ എക്സ് ചെയ്തു 2x. ഇതിനെ നീറ്റായിട്ട് എഴുതുമ്പോൾ എക്സ് പ്ലസ് 2y. ഓക്കെ അല്ലേ? ഇതൊരു ബോക്സിലാക്കി വയ്ക്കുക. ദെൻ ഇത് 2 കിട്ടിയ ഇനി ലിമിറ്റ് വേണം അല്ലേ. ലിമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ, ലിമിറ്റില് ഇതൊന്ന് വരയ്ക്കണം നമ്മൾ. ഓക്കെ, അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഗർ വരയ്ക്കാൻ പഠിപ്പിച്ചിരുന്നു. എത്ര പേരൊക്കെ കിട്ടിയെന്നറിയില്ല. y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ എങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടല്ലേ. ഈ പോണ സാധനമാണ് എന്ത്, y ഈക്വൽ ടു എക്സ്. ഞാൻ ഫിഗറിൽ പഠിപ്പിച്ചിരുന്നു. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ആ പോയ സാധനമാണ്, അതായത് സെൻട്രലിൽ കൂടെ പോണത്. 0 0 1 1 2 2 3 3 എന്ന് പറയുന്നതാണ് y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് സ്ക്വയറോ, എക്സ് സ്ക്വയർ വന്നാലും ഞാൻ പഠിപ്പിച്ചിരുന്നു. എക്സ് സ്ക്വയർ വരുമ്പോ മുകളിലേക്കുള്ള പരാബോള ഓർമ്മയുണ്ടോ, സൈഡിലേക്കുള്ള പരാബോള വൈ സ്ക്വയർ വരുമ്പോഴാ. അപ്പൊ എക്സ് സ്ക്വയർ വരുമ്പോ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ വരുമ്പോൾ എന്താണ്, ഇങ്ങനെ മുകളിലേക്കുള്ള പരാബോള. വളഞ്ഞോ, ഇവിടെ ശരിക്കാം ഇങ്ങനെ സാധനം കേട്ടാ. ഓക്കെ, മുകളിലേക്കുള്ള പരാബോള ഇതാണ് എന്ത്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ? സൈഡിലേക്കുള്ളത് വൈ സ്ക്വയർ ഈക്വൽ ടു ട്ടാ. അപ്പോ ഈ 2 റീജിയന്റെയും കൂടിയുള്ള ഭാഗം ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് സ്ട്രിപ്പ് വരയ്ക്കണം അല്ലെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കിട്ടാൻ, വൈഡ് ലിമിറ്റ് കിട്ടാനാണ്. വൈഡ് ലിമിറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുത്തനെ ഒരു സ്ട്രിപ്പ് വരച്ചു. ഇങ്ങനെ കുത്തനെ സ്ട്രിപ്പ് വരച്ചു. മനസ്സിലായോ? കുത്തനെ സ്ട്രിപ്പ് വരച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വൈയുടെ ലിമിറ്റ് കിട്ടാൻ, വൈയുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കിട്ടാനാണ് നമ്മളിങ്ങനെ കുത്തനെ സ്ട്രിപ്പ് വരയ്ക്കുന്നത്. വെർട്ടിക്കലായിട്ട് സ്ട്രിപ്പ് വരച്ചു. അതിന്റെ അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാ, അതാണ് ലോവർ ലിമിറ്റ്. ആ വരച്ചതിന്റെ അടിഭാഗം എവിടെ ടച്ച് ചെയ്തിരിക്കുന്നത്, പരാബോളയുടെ മുകളിലല്ലേ. അടിഭാഗം എവിടെ ടച്ച് ചെയ്തിരിക്കുന്നത്, പരാബോളയുടെ മുകളിലാണ് അല്ലെ. ഏതാ പരാബോള, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ ലോവർ ലിമിറ്റ് എന്താണ്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ലോവർ ലിമിറ്റ്. മുകൾ ഭാഗം ടച്ച് ചെയ്തിരിക്കുന്നത് ആരാണ്, y ഈക്വൽ ടു എക്സിന്റെ മുകളിലാണ്. അപ്പോ വൈയുടെ ലിമിറ്റ് കിട്ടി. ലിമിറ്റ് എന്താണ്, ലിമിറ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ടു y ഈക്വൽ ടു എക്സ് ആണ്. വൈയുടെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ടു y ഈക്വൽ ടു എക്സ് ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ വൈയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചത്? വൈയുടെ ലിമിറ്റ് മാത്രമേ ഫിഗർ ഉപയോഗിച്ച് കാണാൻ പറ്റുള്ളൂ.
വൈയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എക്സിന്റെ ലിമിറ്റ് കിട്ടണം അല്ലെ. എക്സിന്റെ ലിമിറ്റും ഫിഗറും ഈ രണ്ടെണ്ണത്തിന്റെ ഫിഗർ തന്നെയാണ് ശരിക്കും ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ് 0 0, അതാണ് എക്സിന്റെ ലോവർ ലിമിറ്റ്. ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് എക്സിന്റെ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കിട്ടണം അല്ലെ. അതിനു വേണ്ടി നമ്മൾ ചെയ്യണം എന്താണെന്നറിയോ? അത് തൽക്കാലം മാറ്റിയാണേ. അപ്പർ ലിമിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അടുത്ത ലിമിറ്റ് കിട്ടാനാണ്, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ്, എക്സിന്റെ ലിമിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ഈ രണ്ട് കർവും തമ്മിൽ എടുക്കുകയാണ്. y equal to x and y equal to x square. ഇത് രണ്ടും കൂടിയിട്ട് y equal to എന്നല്ലേ, ആ രണ്ട് കർവിനും തമ്മിൽ ഇക്വേറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സിന്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നായി. എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നായി. ശരിയാണോ? അതിന് എക്സിന് ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് കൊണ്ടുപോയി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0. ഒരു എക്സിന് ഔട്ട് സൈഡ് എടുത്തു. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അതായത് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 1ഉം. അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു 0 to 1 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എക്സിന്റെ ലിമിറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫിഗർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എക്സിന്റെ ലിമിറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു 0 to എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 to എക്സ് ഈക്വൽ ടു 1 നമ്മള് ഈ രണ്ട് കർവും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എഴുതിയെടുക്കാം. അപ്പൊ നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യണേ. അതായത് ഈക്വൽ ടു ബൈ ഗ്രീൻസ് തിയറം കൊടുക്കുകയാണ്. ബൈ ഗ്രീൻസ് തിയറം ഇത് വെരിഫൈ ആണ് അല്ലേ. അപ്പൊ നമ്മൾ RHS കാണണ്ട, റൈറ്റ് ഹാൻഡ് സൈഡ് കാണാണ്. ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ dy dx. കുറച്ച് പണികളുണ്ട്. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് ഡോ വി ബൈ ഡോ എക്സ് എത്രയായിരുന്നു? ഞാൻ വായിച്ചു, ഓർമ്മയില്ല. എത്രയെന്ന് പറഞ്ഞേ? ഡോ വി ബൈ ഡോ എക്സ് 2x അല്ലേ. 2x മൈനസ് ഡോ യു ബൈ ഡോ വൈയുടെ വാല്യൂ എത്രയാ? ഡോ യു ബൈ ഡോ വൈ എക്സ് പ്ലസ് 1 ആണ്. എക്സ് അല്ലേ, എക്സ് പ്ലസ് 2y അല്ലേ, എക്സ് പ്ലസ് 2y dy dx. ശരിയാണോ? അപ്പൊ കുറയ്ക്കുകയാണ്. അപ്പൊ കുറയ്ക്കുമ്പോൾ ആ ബ്രാക്കറ്റ് കളയാൻ മറക്കരുത്. ബ്രാക്കറ്റിന് കൊടുക്കുമ്പോൾ 2x മൈനസ് എക്സ് മൈനസ് 2y എന്നിവര് dy dx. ഈ ബ്രാക്കറ്റ് മൈനസ് ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇടേണ്ടി വന്നത് കേട്ടോ. മൈനസ് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഇടേണ്ടതായിട്ട് വന്നു. തെറ്റിയില്ലേ? ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയി. അപ്പോൾ ഒന്നുകൂടി എക്സ് സ്ക്വയർ ടു എക്സ് കുറയ്ക്കുമ്പോൾ 2x എക്സ് കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് 2y dy dx വന്നു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. മൈനസ് ആരും ഇട്ടുണ്ടാവില്ല. ഓക്കെ ആണ്, ഞാൻ മാറ്റിട്ടെ. ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ആദ്യം ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുന്നു. ഒരു മിനിറ്റ്, ചാർജർ ഒന്ന് കണക്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കുകയാണ് ഈക്വൽ ടു, ഇന്നിപ്പോ സ്റ്റോക്ക് എടുക്കണോ? ഇന്റഗ്രൽ 0 to 1 ബ്രാക്കറ്റിൽ എഴുതാണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാണ്. എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് വൈ മൈനസ്, എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് വൈ മൈനസ് 2 വൈയുടെ ഇന്റഗ്രല് വൈ സ്ക്വയർ ബൈ 2 ലിമിറ്റ് എക്സ് സ്ക്വയർ ടു എക്സ് ആണ് dx. ശ്രദ്ധിക്കണേ, ലിമിറ്റ് എത്രയാണ്? എക്സ് സ്ക്വയർ ടു എക്സ് ആണ് കേട്ടോ. നാളെ ഇന്ന് എനിക്ക് കോളേജിൽ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് പകൽ എടുക്കാറുള്ളത്. നാളെ പകൽ ടൈമിൽ ഫ്രീ ഉള്ള ആൾക്കാർ
ഞാൻ പറ്റിച്ചെങ്കിൽ ഇന്നലെ ഞാൻ വിളിക്കാം, നിങ്ങളെന്നെ വിളിക്കാം, അത് കൺഫേം ചെയ്തിട്ട് പകരം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ വീഡിയോസ് കുറച്ചിന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ ചേട്ടാ, കുറച്ചല്ലെങ്കിൽ മൂവ് ആവില്ല എന്ന് എനിക്കത് തോന്നുന്നു. ഇതേപോലെ കുറച്ച് സമയം മാത്രം എടുക്കുമ്പോഴേ നമ്മളവിടെ നീങ്ങുന്നില്ല എന്നൊരു എനിക്കൊരു ഫീൽ ചെയ്യാം. ഇനി ദിവസം ഉണ്ടെങ്കിലും മറ്റേ S2 ഒക്കെ ഉള്ളത് കൊണ്ടേ എല്ലാം കൂടിയിട്ട് കൊളാവുമോ എന്നൊരു ചിന്ത. അപ്പം അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രശ്നമില്ലാത്ത ആൾക്കാരിന് ഞാൻ എടുക്കാം. അതായത് S1 മാത്രമുള്ള ആൾക്കാരൊക്കെ അല്ലേ, അവർക്ക് എടുക്കാം. രണ്ടും കൂടി പഠിക്കുന്നവർക്കായിരിക്കും ചിലർക്ക് ബുദ്ധിമുട്ട് വരിക. ചില ആൾക്കാർ 3 അക്സൊക്കെ 3 പേപ്പറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ പഠിക്കും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഞാൻ നോക്കട്ടെ, അതിനനുസരിച്ചൊന്ന് പ്ലാൻ ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ ഒന്ന് ഇരിക്കുന്നുണ്ട്, മൊത്തത്തിൽ എല്ലാവരുടെയും പേപ്പർ ഏതുവരെ എത്തിയെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വിളിക്കാം. എന്നിട്ടൊന്ന് ടൈം അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 കട്ട് ചെയ്തു, ലിമിറ്റ് കൊടുക്കുകയാണ്. അതിനൊന്ന് മുമ്പ് ഒരു സിംപ്ലിഫൈ ചെയ്ത് അല്ലേ. ഇൻ്റഗ്രൽ 0 to 1 xy മൈനസ് y സ്ക്വയർ dx, x² മൈനസ് y സ്ക്വയർ dx ആണ്. ശ്രദ്ധിക്കാം, എൻ്റെ ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആവണമെങ്കിൽ ആരും എന്താ പറയുക ഇതിൽ നിന്ന് ഇറങ്ങി പോകരുത്. ഈ ഗ്രൂപ്പിൽ നിൽക്കണേ, ഞാൻ വേറൊരു ഫോണിൽ നിന്ന് കയറുന്നുണ്ട് കേട്ടോ. ഇത് ഓഫ് ആവണം, ഓഫ് ആവില്ല, ചാർജ് കഴിയാറായി. ഓഫ് ആവണമെങ്കിൽ ആരും പോകണ്ട, ഞാൻ വേറൊരു ഫോണിൽ നിന്ന് കയറുന്നുണ്ട്. ഈ സെയിം ID തന്നെയാണ് കേട്ടോ. ആരും ഇറങ്ങി പോകണ്ട, നിങ്ങൾ ആ ഗ്രൂപ്പിലിരുന്നാൽ മതി. എടുക്കട്ടെ. അപ്പോൾ അതിൽ ലിമിറ്റ് കൊടുക്കുകയാണേ. ശ്രദ്ധിക്കുക, ലിമിറ്റ് എന്താണ്? x² to x ആണ് അപ്പർ ലിമിറ്റ് കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ച് എഴുതണേ. x ഇൻറ്റു വൈക്ക് എന്താ കൊടുത്തത്? അപ്പർ ലിമിറ്റ് x മൈനസ് വൈക്ക് എന്താ x. അപ്പോൾ x² ഇങ്ങനെ വരെ അപ്പർ ലിമിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആ ഫിഗർ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഫിഗർ അവിടെ തന്നെ ഇട്ടത്. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഇതൊരു സേഫ്റ്റി